റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. പണം അങ്ങോട്ട് കൊടുത്ത് വീട്ടിൽ വന്ന് ഈ മാലിന്യം എടുക്കാൻ തദ്ദേശ വകുപ്പ് കേടായ ഏത് ഇലക്ട്രോണിക് ഉപകരണവും ഹരിതകർമ്മസേന വഴി വാങ്ങും. നാളെ മുതൽ പദ്ധതി തുടങ്ങുകയാണ്. ആദ്യഘട്ടത്തിൽ കോർപ്പറേഷനുകളിലും നഗരസഭകളിലുമാണ് പദ്ധതി നടപ്പാക്കുന്നത്. റഹീസ് റഷീദ് നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് ഈവനിംഗ് റഹീസ് റഷീദ്. ഇത് പദ്ധതി കൊള്ളാമല്ലോ, കാശും കിട്ടും, ഇലക്ട്രോണിക് മാലിന്യം വീട്ടിൽ നിന്ന് പോവുകയും ചെയ്യും. എങ്ങനെയായിരിക്കും നടത്തിപ്പ്? സുജി, അതാണ് രാജ്യത്ത് ആദ്യമായാണ് ഇങ്ങനൊരു പദ്ധതി സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൊണ്ടുവരുന്നത്. നാളെ മുതൽ സംസ്ഥാനത്തെ കോർപ്പറേഷനുകളിലും നഗരസഭകളിലും ഈ പദ്ധതി യാഥാർത്ഥ്യമാകും. ഇത് ആളുകളെ സംബന്ധിച്ച് വലിയൊരു ഗുണമാണ്. കാരണം വീടുകളിൽ ഈ മാലിന്യങ്ങൾ നിരവധി പല സ്ഥലത്തും ഉണ്ടാവും. ചിലപ്പോൾ ഒരു ലാപ്ടോപ്പോ ഒരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു ബാറ്ററിയോ ഒക്കെ ആണെങ്കിൽ അത് കൊണ്ട് വിൽക്കാനൊന്നും ആരും നോക്കുകയുമില്ല. അത് അവിടുന്ന് മാറ്റാനും ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ വന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ ഒരു ആലോചനയിലാണ് പണം കൊടുത്തത് എടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ഉപകരണങ്ങളും കേടായത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് എടുക്കും. ഹരിത കർമ്മസേന വഴി മാസത്തിൽ 2 തവണയായിരിക്കും ഇതിന്റെ കളക്ഷൻ ഉണ്ടാവുക. കൃത്യമായ പണം നേരത്തെ തന്നെ ഹരിത കർമ്മസേനയ്ക്ക് തദ്ദേശ സ്വയംഭരണ വകുപ്പ് നൽകും. അവർ വീടുകളിലെത്തി ഓരോന്നിനും ഒരു നിശ്ചിത തുക നിശ്ചയിച്ചിട്ടുണ്ട്. അത് നിശ്ചയിക്കുന്ന ഒരു യോഗം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടാണ് ഓരോ ഉപകരണത്തിനും എത്ര രൂപ കിട്ടും എന്ന കാര്യം വ്യക്തമാകുക. ഇനി മുതൽ നമ്മൾ വീട്ടിൽ വരുമ്പോൾ ഇത് കൊടുക്കാൻ മുമ്പൊക്കെ അങ്ങോട്ട് പൈസ കൊടുത്ത് ഒഴിവാക്കേണ്ട ഒരു അവസ്ഥയുണ്ടായിരുന്നു. അത് മാറി ഇത്തരം കേടുപാട് സംഭവിച്ച ഇലക്ട്രിക് ഉപകരണങ്ങൾ ഇങ്ങോട്ട് പൈസ തന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് തന്നെ എടുത്തുകൊണ്ട് പോകുന്നു. അങ്ങനെ പണം ഇങ്ങോട്ട് വന്ന് ഈ മാലിന്യം ശേഖരിക്കാൻ ഉള്ള പദ്ധതി നടപ്പാവുകയാണ് നാളെ മുതൽ. അപ്പോൾ മറക്കണ്ട, ഒരു കോള് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാലിന്യം ഉണ്ടെങ്കിൽ കൊടുക്കുക, പൈസ വാങ്ങുക.